വടക്കൻ കേരളത്തിൽ ഇടതിന്റെ അടിത്തറ ഇളക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം. കോട്ടകളായ തളിപ്പറമ്പും പയ്യന്നൂരും തൃക്കരിപ്പൂരും തകർന്നടിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയിലേറെയായി കുറഞ്ഞു. മഞ്ചേശ്വരത്തും കാസർഗോഡും നേതൃത്വത്തെ ഞെട്ടിച്ചാണ് ബിജെപിയുടെ പരാജയം. 3.5 പതിറ്റാണ്ടിന് ശേഷം മുതുമ തിരിച്ചുപിടിക്കാനായതും UDFന് ഇരട്ടി മധുരമായി. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളത്തിൽ വലിയ ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണ് ഏറ്റവും വലിയ ആഘാതമുണ്ടായെന്ന് പറയേണ്ടി വരും. ഇടതിൻ്റെ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് രണ്ടും. ഇവിടെ ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെന്ന് കണക്കുകൂട്ടിയിരുന്നെങ്കിലും പരാജയപ്പെടുമെന്ന് CPM സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയേണ്ടി വരും. ആ 2 സീറ്റും, അതായത് TK ഗോവിന്ദനും അതോടൊപ്പം V കുഞ്ഞികൃഷ്ണനും ഇടത് വിമതർ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അത് CPMനേറ്റ വലിയ തിരിച്ചടിയാണ്. ഇവർ ഉയർത്തിവിട്ട നിരവധി ആരോപണങ്ങളുണ്ട്. അതിനെല്ലാം ഇടയിലാണ് ഇവർ വിജയിക്കുന്നതെന്നതും CPMനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ഒക്കെ ആയിരിക്കും ഇടയാക്കുക. അതോടൊപ്പം നേരത്തെ 9 മണ്ഡലങ്ങളാണ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നതെങ്കിൽ അത് 6ആയി ചുരുങ്ങിയിരിക്കുന്നു. ഇടതിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി, അട്ടിമറികൾ ഉണ്ടായി. അതോടൊപ്പം വലിയ അടിയൊഴുക്കുകൾ, പാർട്ടി വോട്ടുകളിൽ അടിയൊഴുക്കുകൾ ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. അത് പല മണ്ഡലങ്ങളിലും ദൃശ്യമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. ആദ്യത്തെ 8 റൗണ്ട് എണ്ണുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതോടൊപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയിലേറെ കുറഞ്ഞു. 18,000-നടുത്ത് ഭൂരിപക്ഷം വന്നതും വലിയ ക്ഷീണം തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും കണ്ണൂർ ജില്ലയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അതിലും അപ്പുറമാണ് ഇടതുമുന്നണിക്കേറ്റ ആഘാതം. അത് തൃക്കരിപ്പൂരിലും ഉദുമയിലുമാണ് ഏറ്റവും പ്രധാനം. 6 പതിറ്റാണ്ടായി തൃക്കരിപ്പൂർ മണ്ഡലം, അതായത് മണ്ഡലം രൂപീകൃതമായത് തൊട്ട് ഇടതുമുന്നണി മാത്രം വിജയിച്ചിരുന്ന ആ തൃക്കരിപ്പൂർ മണ്ഡലം ഇത്തവണ സന്ദീപ് വാര്യറിലൂടെ UDF പിടിച്ചെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും 5000-ന് താഴെ മാത്രമാണ് ഭൂരിപക്ഷമെങ്കിലും അത് വലിയ വിജയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് ബാലികേറാമല എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരിടമാണ്. ആ ഒരു തൃക്കരിപ്പൂർ മണ്ഡലം UDFനെ പിടിച്ചെടുക്കാനായത് വലിയ നേട്ടം തന്നെയാണ്. അതോടൊപ്പം ഉദുമ 3.5 പതിറ്റാണ്ടായി ഇടതുമുന്നണി മാത്രം ഭരിച്ചിട്ടുള്ള ഉദുമയിൽ ഇത്തവണ അട്ടിമറി വിജയം നേടി, K നീലകണ്ഠനിലൂടെ നേടിയെന്ന് വേണം പറയാൻ. അത് ഇടതുമുന്നണി ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെന്ന് കരുതിയ ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ പരാജയപ്പെടുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെന്ന കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും സർവേ ഫലം നേരത്തെ വന്നതും ഇത് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ 4 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാസർഗോട്ടെയും ഫലം. മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോട്ടും NDA വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ മണ്ഡലം. കഴിഞ്ഞ തവണയും അതിനു മുമ്പൊക്കെ 1000-ന് താഴെ വോട്ട് 89-ഉം അതുപോലെ 745 വോട്ടുകൾക്ക് മാത്രം BJP പരാജയപ്പെട്ടെടുത്ത് 20,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി AKM അഷ്റഫും അതുപോലെ തന്നെ കലക്ടർ മായിനാജിയും വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയ 2 മണ്ഡലങ്ങളിൽ വളരെ പിറകോട്ട് പോയത് അതുവരെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ പരിശോധന നടത്തേണ്ടി വരും. എന്താണ് ഇത്രയും വലിയൊരു അടിയൊഴുക്കുണ്ടായിരുന്ന കാര്യത്തിൽ. ഏതായാലും കാസർഗോഡും തിളക്കമാർന്ന വിജയം നേടാനായി. ഇടതുമുന്നണിക്ക് ആകെ ആശ്വാസം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, അതും CPI സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന് വിജയിക്കാനായത് ഒരു ആശ്വാസമായി എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇടതുമുന്നണി ഒരിക്കലും കരുതിയിരുന്നിടത്ത് തൃക്കരിപ്പൂർ നഷ്ടമായത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനം. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. ഏതൊക്കെ രീതിയിലാണ് അടി പതറിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു പരിശോധന ഉണ്ടാവും. കണ്ണൂരും കാസർഗോഡും വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്.